قال اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. അല്ലാഹു കൽപ്പിച്ചു, ഇറങ്ങിപ്പോകുവിൻ, നിങ്ങൾ പരസ്പരം ശത്രുക്കളാകുന്നു. നിശ്ചിത കാലം വരെ ഭൂമിയിൽ തന്നെ നിങ്ങൾക്ക് വാസവും ജീവിത വിഭവങ്ങളുമുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ആദം ഹവ്വമാരോട് അല്ലാഹു കൽപ്പിച്ചത് വിലക്കപ്പെട്ട കനി തിന്നതിന്റെ ശിക്ഷയായിട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ പശ്ചാത്താപം അല്ലാഹു കൈക്കൊള്ളുകയും അവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ഈ കൽപ്പനയിൽ ശിക്ഷയുടെ ഒരു വശവുമില്ല തന്നെ. അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ ഏതൊരുദ്ദേശത്തിനായി സൃഷ്ടിക്കപ്പെട്ടുവോ അതിന്റെ പൂർത്തീകരണമായിരുന്നു. قال فيها تحيون وفيها تموتون ومنها تخرجون. അവൻ തുടർന്നു പറഞ്ഞു, നിങ്ങൾ അവിടെ ജീവിക്കണം, അവിടെ തന്നെ മരിക്കുകയും വേണം. ഒടുവിൽ അവിടെ നിന്ന് നിങ്ങൾ പുറപ്പെടുവിപ്പിക്കപ്പെടുന്നതാകുന്നു. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون. അല്ലയോ ആദം സന്തതികളെ, നാം നിങ്ങൾക്ക് നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ മറയ്ക്കുകയും ശരീരത്തെ രക്ഷിക്കുകയും അലങ്കരിക്കുകയും ചെയ്യുന്ന വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. ഏറ്റവും വിശിഷ്ടമായ വസ്ത്രം ഭക്തിയുടെ വസ്ത്രമാകുന്നു. ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തമത്രേ. ജനം ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടെങ്കിൽ. ആദം ഹവ്വമാരുടെ കഥയിലെ ഒരു സവിശേഷ വശത്തിലേക്കാണിവിടെ ശ്രദ്ധ തിരിക്കുന്നത്. തുടർന്ന് അറബികളുടെ ജീവിതത്തിൽ പ്രകടമായി കണ്ടിരുന്ന ഒരു പൈശാചിക സ്വഭാവത്തിനു നേരെ വിരൽ ചൂണ്ടുന്നു. അലങ്കാരത്തിനു വേണ്ടി മാത്രമാണ് അറബികൾ വസ്ത്രധാരണം ചെയ്തിരുന്നത്. വസ്ത്രധാരണത്തിന്റെ പ്രഥമവും മൗലികവുമായ നാണം മറയ്ക്കുക എന്ന ആവശ്യത്തിന് അവരുടെ ദൃഷ്ടിയിൽ പ്രാധാന്യമില്ലായിരുന്നു. അന്യരുടെ മുമ്പിൽ ഉടുപ്പഴിക്കുന്നതിൽ ഒരു മടിയും തോന്നിയിരുന്നില്ല. പൊതുസ്ഥലങ്ങളിൽ നഗ്നരായി കുളിക്കുക, വഴികളിൽ പരസ്യമായി മലവിസർജനം ചെയ്യുക, ഇതൊക്കെ സർവ്വസാധാരണമായിരുന്നു. ധാരാളം പേർ നൂൽബന്ധം പോലുമില്ലാതെ കഅബ പ്രദക്ഷിണം ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ സ്ത്രീകളായിരുന്നു പുരുഷന്മാരെക്കാൾ നാണം കെട്ടവർ. ആ അന്ധവിശ്വാസികളുടെ ദൃഷ്ടിയിൽ ഇതൊരു പുണ്യകർമ്മമായിരുന്നു. ഇതെല്ലാം അറബികളുടെ മാത്രം സവിശേഷതയുമായിരുന്നില്ല. ലോകത്തിലെ മിക്ക ജനതകളും നിർലജ്ജതയുടെ ഈ സംസ്കാരത്തിനടിപ്പെട്ടവരായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് അല്ലാഹു ആദം സന്തതികളെ പൊതുവിൽ അഭിസംബോധന ചെയ്തത്. അവൻ മനുഷ്യലോകത്തെ ഉണർത്തുകയാണ്. ഇതാ നോക്കൂ, പിശാചിന്റെ പ്രലോഭനത്തിൽ പെട്ടുപോയതിന്റെ പ്രകടമായ ലക്ഷണം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ നാഥന്റെ മാർഗനിർദ്ദേശത്തിൽ നിന്നും അവന്റെ ദൂതന്മാരുടെ പ്രബോധനത്തിൽ നിന്നും മുഖം തിരിച്ച് സ്വയം പിശാചിന്റെ പിടിയിൽ അർപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ. ആ പിശാച് നിങ്ങളെ നേരായ മനുഷ്യപ്രകൃതിയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് ആദിമാതാപിതാക്കളെ അകപ്പെടുത്താൻ തുനിഞ്ഞ അതേ അശ്ലീലതയിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. ഇതേപ്പറ്റി ചിന്തിച്ചാൽ ഒരു യാഥാർത്ഥ്യം വ്യക്തമാവും. ദേവദൂതന്മാരുടെ മാർഗദർശനം കൂടാതെ മനുഷ്യപ്രകൃതിയുടെ പ്രാഥമിക താൽപര്യം പോലും മനസ്സിലാക്കാനോ നിറവേറ്റാനോ നിങ്ങൾക്ക് സാധ്യമാകുന്നതല്ല. يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون. അല്ലയോ ആദം സന്തതികളെ, ചെകുത്താൻ നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ഗുഹ്യഭാഗങ്ങൾ പരസ്പരം വെളിപ്പെടുത്തുന്നതിന് അവരുടെ വസ്ത്രം ഊരിക്കളയുകയും ചെയ്തതുപോലെ
ഇനിയും അവൻ നിങ്ങളെ വിപത്തിലകപ്പെടുത്താതിരിക്കട്ടെ. അവനും അവന്റെ കൂട്ടുകാരും നിങ്ങൾക്ക് അവരെ കാണാനാവാത്തിടത്തുനിന്ന് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാകുന്നു. ഈ ചെകുത്താന്മാരെയാണ് നാം സത്യം സ്വീകരിക്കാൻ കൂട്ടാക്കാത്തവരുടെ രക്ഷാധികാരികളാക്കിയിരിക്കുന്നത്. ഈ സൂക്തങ്ങളുടെ ഉള്ളടക്കത്തിൽ നിന്ന് ശ്രദ്ധേയമായ ചില യാഥാർത്ഥ്യങ്ങൾ തെളിഞ്ഞുവരുന്നു. ഒന്ന്, മനുഷ്യന്റെ വസ്ത്രധാരണം ഒരു കൃത്രിമ സ്വഭാവമല്ല, മനുഷ്യപ്രകൃതിയുടെ മുഖ്യ താൽപര്യങ്ങളിൽപ്പെട്ടതാണ്. ജന്തുവർഗങ്ങൾക്കെന്ന പോലെ മനുഷ്യ ശരീരത്തിൽ ജന്മനാ തന്നെയുള്ള ഒരാവരണം അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് മനുഷ്യ സ്വഭാവത്തിൽ നാണത്തിന്റെയും ലജ്ജയുടെയും ബീജം നിക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മനുഷ്യന്റെ ജനനേന്ദ്രിയത്തെ കേവലം ജനനേന്ദ്രിയമായിട്ടല്ല, സൗഅത്ത് ആയിട്ടുകൂടിയാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. വെളിവാക്കുന്നത് മനുഷ്യർ ചീത്തയായി കരുതുന്ന വസ്തുവിനാണ് അറബി ഭാഷയിൽ സൗഅത്ത് എന്ന് പറയുന്നത്. അതിനാൽ മനുഷ്യൻ സ്വന്തം ബുദ്ധിശക്തി ഉപയോഗിച്ച് തന്റെ പ്രകൃതിയിലടങ്ങിയ ഈ ആവശ്യം മനസ്സിലാക്കുകയും അള്ളാഹു സൃഷ്ടിച്ചു തന്ന പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തനിക്കാവശ്യമായ വസ്ത്രം നിർമ്മിക്കുകയുമാണ് വേണ്ടത്. 2, ഇവിടെ പറഞ്ഞ പോലെ വസ്ത്രത്തിന്റെ ധാർമ്മിക താൽപര്യമാണ് മനുഷ്യപ്രകൃതിയുടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അഥവാ നാണം മറയ്ക്കുക എന്നതിനാണ് പ്രഥമസ്ഥാനം. അതിന്റെ ശാരീരിക താൽപര്യങ്ങളായ അലങ്കാരത്തിനും കാലാവസ്ഥയുടെ ആഘാതങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും 2ാം സ്ഥാനമേയുള്ളൂ. ഈ വിഷയത്തിൽ ജന്തുക്കളിൽ നിന്നും പ്രകൃത്യാ വ്യത്യസ്തനാണ് മനുഷ്യൻ. ജന്തുക്കളെ സംബന്ധിച്ചിടത്തോളം ആവരണത്തിന്റെ യഥാർത്ഥ ആവശ്യം ശാരീരികമാണ്. അതായത് ശരീരത്തിന്റെ അലങ്കാരത്തിനും ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനുമുള്ള ഉപാധിയാണത്. ജന്തുപ്രകൃതിയിൽ നാണമെന്ന വികാരമേയില്ല. അതിനാൽ ആ പ്രകൃതി താൽപര്യം പൂർത്തീകരിക്കേണ്ടതിനായി അവയുടെ ശരീരത്തിൽ ഒരു വസ്ത്രാവരണം സൃഷ്ടിക്കേണ്ടി വന്നില്ല. അവയുടെ ജനനേന്ദ്രിയത്തെ കേവലം ജനനേന്ദ്രിയമായിട്ടാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്, സൗഅത്തായിട്ടല്ല. എന്നാൽ മനുഷ്യൻ പിശാചിന്റെ മാർഗദർശനം സ്വീകരിച്ചതോടെ സംഗതി അട്ടിമറിഞ്ഞു. പിശാച് അവന്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. ജന്തുക്കൾക്ക് രോമവും തൂവലും മറ്റും എന്തിനാണോ അതേ ആവശ്യത്തിനാണ് മനുഷ്യന് വസ്ത്രം. അല്ലാതെ നാണം മറയ്ക്കുക എന്ന് അതിന് അർത്ഥമൊന്നുമില്ല. ജന്തുക്കളുടെ അവയവങ്ങൾ പുറത്തു കാണിക്കുന്നത് അറപ്പുളവാക്കുന്ന സൗവത്ത് അല്ലാത്തതുപോലെ നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളും യഥാർത്ഥത്തിൽ സൗവത്ത് അല്ല, മറിച്ച് ജനനേന്ദ്രിയങ്ങൾ മാത്രമാണ്. 3, വസ്ത്രം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെറും ഗുഹ്യ അവയവം മറയ്ക്കുന്നതിനും അലങ്കാരത്തിനും ശരീര സംരക്ഷണത്തിനുമുള്ള ഉപകരണമായാൽ പോരാ. അവന്റെ വസ്ത്രം തഖ്വയുടെ വസ്ത്രമാവണം. അതാണ് യഥാർത്ഥത്തിൽ ഈ രംഗത്ത് മനുഷ്യൻ എത്തിച്ചേരേണ്ട നന്മയുടെ സ്ഥാനം. അതായത് പൂർണ്ണമായി നഗ്നത മറയ്ക്കുന്നതാവണം അവന്റെ വസ്ത്രം. അലങ്കാരത്തിൽ അതിരു കവിഞ്ഞതോ മനുഷ്യൻ എന്ന നിലപാടിൽ നിന്ന് താഴ്ന്നതോ ആവരുത്. അഹങ്കാരം, പ്രകടനാത്മകത, കപടനാട്യം മുതലായ പൈശാചിക ഗുണങ്ങളെ സൂചിപ്പിക്കുന്നതുമാവരുത്. അപ്രകാരം തന്നെ പുരുഷൻ സ്ത്രീവേഷം കെട്ടാനും സ്ത്രീ പുരുഷവേഷമണിയാനും പ്രേരിപ്പിക്കുന്നതാവരുത് വസ്ത്രധാരണം. അതുപോലെ ഒരു ജനത മറ്റൊരു ജനതയുടെ കോലം കെട്ടാൻ ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം നിന്ദ്യത വിളിച്ചറിയിക്കുന്ന മനോവൈകൃതങ്ങൾ പ്രകടിപ്പിക്കുന്നതുമാവരുത്. 4, ലോകത്ത് നാനാഭാഗങ്ങളിലായി പരന്നുകിടക്കുന്നതും മനുഷ്യനെ യാഥാർത്ഥ്യത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നതുമായ നിരവധി ദൈവിക ദൃഷ്ടാന്തങ്ങളിലൊന്നാണ് വസ്ത്രധാരണം. വസ്ത്രധാരണം എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഒരു പ്രധാന അടയാളമാവുന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ച വസ്തുതകളിൽ ചിന്താദൃഷ്ടി പതിപ്പിക്കുന്ന ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. മനുഷ്യൻ പാഠം പഠിക്കാൻ സ്വയം സന്നദ്ധനാകണമെന്ന് മാത്രം. وَإِذَا فَعَلُوا فَاحِشَةً قَالُوا وَجَدْنَا عَلَيْهَا آبَاءَنَا وَاللَّهُ أَمَرَنَا بِهَا قُلْ إِنَّ اللَّهَ لَا يَأْمُرُ بِالْفَحْشَاءِ أَتَقُولُونَ عَلَى اللَّهِ مَا لَا تَعْلَمُونَ. ഈ ജനം ഒരു ദുർവൃത്തി ചെയ്താൽ പറയുന്നു, ഞങ്ങളുടെ പൂർവികന്മാരെ ഇങ്ങനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇவ்விധം പ്രവർത്തിക്കാൻ അള്ളാഹു തന്നെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുമുണ്ട്. അവരോട് പറയുക, അള്ളാഹു ഒരിക്കലും ദുർവൃത്തികൾ കൽപ്പിക്കുന്നില്ല. അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ പറയുന്നുവോ? അറബികൾ നഗ്നരായി കഅബ പ്രദക്ഷിണം ചെയ്തിരുന്നതിനെയാണ്
അള്ളാഹു അത് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന വാക്യത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അതൊരു ദൈവശാസനയും മതചടങ്ങുമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. അള്ളാഹു ദുർവൃത്തികൾ കൽപ്പിക്കുന്നില്ല എന്നത് ചെറിയ ഒരു വാചകമാണ് എങ്കിലും അറബികളുടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രബലമായൊരു തെളിവ് വിശുദ്ധ ഖുർആൻ ഇതുവഴി ഉന്നയിച്ചിരിക്കുന്നു. ഖുർആന്റെ ഈ ന്യായസ്ഥാപന രീതി മനസ്സിലാക്കാൻ മുഖവുരയെന്നോണം രണ്ട് സംഗതി ആദ്യമായി ഗ്രഹിച്ചിരിക്കേണ്ടതാണ്. ഒന്ന്, ചില ആരാധനാകർമ്മങ്ങളിൽ നഗ്നരാകുന്നത് പുണ്യമാണെന്ന് അറബികൾ ധരിച്ചിരുന്നുവെങ്കിലും നഗ്നത സ്വയം ലജ്ജാകരമാണെന്ന വസ്തുത അവർ സമ്മതിച്ചിരുന്നു. സംസ്കാരമുള്ള ഒരു സദസ്സിലോ ബസാറിലോ കൂട്ടുകുടുംബങ്ങൾക്കിടയിലോ വെച്ച് നഗ്നരാകുന്നത് മാന്യനും കുലീനനുമായ ഒരു അറബി ഇഷ്ടപ്പെട്ടിരുന്നില്ല. രണ്ട്, നഗ്നത അശ്ലീലവും ലജ്ജാകരവുമാണെന്ന് അറബികൾ മനസ്സിലാക്കിയിരുന്നു. എന്നിട്ടും ആരാധനാവേളയിൽ അറബികൾ അതൊരു മതചടങ്ങായി ആചരിച്ചു വന്നു. മതം ദൈവദത്തമാണെന്നും തന്മൂലം ഈ ആചാരം ദൈവം നിർദ്ദേശിച്ചതുകൊണ്ടാണെന്നും അവർ ധരിച്ചതുകൊണ്ടായിരുന്നു അത്. ഇതിനെ ഖണ്ഡിച്ച് ഖുർആൻ സമർത്ഥിക്കുകയാണ്: നിങ്ങൾ തന്നെ നീചമെന്നും അശ്ലീലമെന്നും കരുതി വെറുക്കുന്ന ഒരു കൃത്യം ദൈവികമാണെന്ന് സങ്കൽപ്പിക്കാൻ എങ്ങനെ കഴിയും? ദൈവം ഒരിക്കലും നീചകൃത്യം കൽപ്പിക്കുക സാധ്യമല്ല. അത്തരമൊരു വിധി നിങ്ങളുടെ മതത്തിൽ സ്ഥലം പിടിച്ചതുതന്നെ ആ മതം ദൈവികമല്ലെന്നതിന്റെ പ്രകടമായ ലക്ഷണമത്രേ. ഖുൽ അമറ റബ്ബി ബിൽ ഖിസ്ത് وأقيموا وجوهكم عند كل مسجد وادعوه مخلصين له الدين كما بدأكم تعودون. പ്രവാചകൻ അവരോട് പറയുക: എന്റെ റബ്ബ് നീതിയും ന്യായവും കൽപ്പിച്ചിരിക്കുന്നു. എല്ലാ ആരാധനകളിലും നിങ്ങളുടെ മുഖം അവന്റെ നേരെ നിർത്തണമെന്നും വിധേയത്വം അവനോട് മാത്രമാക്കിക്കൊണ്ട് അവനെ മാത്രം പ്രാർത്ഥിക്കണമെന്നും അവൻ കൽപ്പിച്ചിരിക്കുന്നു. എപ്രകാരം അവൻ നിങ്ങളെ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നുവോ അപ്രകാരം നിങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെടുന്നതാകുന്നു. നിങ്ങളുടെ ഈ അർത്ഥശൂന്യമായ ദുരാചാരങ്ങളുമായി അള്ളാഹുവിന്റെ ദീനിന് ഒരു ബന്ധവുമില്ല. അവൻ പഠിപ്പിച്ച ദീനിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ ഇവയാണ്: മനുഷ്യജീവിതം ധർമ്മത്തിന്റെയും നീതിയുടെയും അസ്ഥിവാരത്തിൽ കെട്ടിയുറപ്പിക്കുക, ഇബാദത്തുകളിൽ ശരിയായ വീക്ഷണം പുലർത്തുക, അതായത് അള്ളാഹുവിനല്ലാതെ മറ്റ് യാതൊരാൾക്കുമുള്ള അടിമത്തത്തിന്റെ ലാഞ്ചന പോലും ഇബാദത്തിൽ കലരാതിരിക്കുക, കീഴ്വണക്കവും വിനയവും താഴ്മയും സമ്പൂർണമായി സാക്ഷാൽ ആരാധ്യനോട് മാത്രമാവുക, മാർഗനിർദ്ദേശത്തിനും പിന്തുണയ്ക്കും സഹായത്തിനും രക്ഷയ്ക്കും കാവലിനും വേണ്ടി അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവൻ അതിനു മുമ്പായി തന്റെ ദീനും കീഴ്വണക്കവും അള്ളാഹുവിനു മാത്രമാക്കിയിരിക്കേണ്ടതാണ്. നേരെ മറിച്ച് ജീവിതക്രമം മുഴുവൻ കുഫറിന്റെയും ഷിർക്കിന്റെയും പാപത്തിന്റെയും ദൈവേതരന്മാർക്കുള്ള അടിമത്തത്തിന്റെയും പാതയിൽ നയിക്കുക. എന്നിട്ട് ഞങ്ങൾ നിന്നോട് ചെയ്യുന്ന ഈ രാജദ്രോഹത്തിൽ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ പടച്ചവനെ എന്നിങ്ങനെ അള്ളാഹുവോട് അർത്ഥിക്കുകയും ചെയ്യുക എന്ന നിലപാടാവരുത്. മനുഷ്യൻ എപ്രകാരം ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടുവോ അപ്രകാരം തന്നെ മറ്റൊരു ലോകത്ത് രണ്ടാമതും സൃഷ്ടിക്കപ്പെടുന്നതാണ്. അവിടെ തന്റെ ജീവിത കർമ്മങ്ങളുടെ കണക്ക് അള്ളാഹുവിന് ബോധ്യപ്പെടുത്തേണ്ടി വരികയും ചെയ്യും. فريقا هدى وفريقا حق عليهم الضلالة إنهم اتخذوا الشياطين أولياء من دون الله ويحسبون أنهم مهتدون. ഒരു വിഭാഗത്തിന് അവൻ സന്മാർഗദർശനം നൽകി. എന്നാൽ മറുപക്ഷമാകട്ടെ അവർക്കർഹിച്ചത് മാർഗഭ്രംശമാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിനു പകരം ചെകുത്താന്മാരെ രക്ഷാധികാരികളാക്കിക്കളഞ്ഞു. അവർ വിചാരിക്കുന്നതോ തങ്ങൾ സന്മാർഗത്തിലാണെന്നത്രേ. يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. മനുഷ്യപുത്രന്മാരെ, എല്ലാ ആരാധനാ സന്ദർഭങ്ങളിലും അലങ്കാരങ്ങൾ അണിഞ്ഞുകൊള്ളുവിൻ, തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുവിൻ, ധൂർത്തടിക്കാതിരിക്കുവിൻ,
ധൂർത്തന്മാരെ അല്ലാഹു സ്നേഹിക്കുന്നില്ല. ഇവിടെ അലങ്കാരമെന്നാൽ പൂർണ്ണമായ വസ്ത്രധാരണമെന്നാണ് ഉദ്ദേശ്യം. അതായത് അല്ലാഹുവിനുള്ള ആരാധനാകർമ്മങ്ങളിൽ പ്രവേശിക്കുമ്പോൾ നാണം മറച്ചാൽ മാത്രം പോരാ, അതോടൊപ്പം കഴിവനുസരിച്ച് സുന്ദരവും പൂർണ്ണവുമായ വസ്ത്രധാരണം തന്നെ സ്വീകരിക്കേണ്ടതാണ്. നഗ്നരോ അർദ്ധനഗ്നരോ ആയി സ്വന്തം ആകൃതി വിശേഷങ്ങൾ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നത് പുണ്യമാണെന്നാണ് മൂഢന്മാർ ധരിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ ധരിക്കുന്നവരുണ്ട്. ഈ അബദ്ധധാരണയെ നിശേഷം തുടച്ചു നീക്കാനുള്ള ദൈവിക ശാസനയത്രേ ഇത്. അല്ലാഹു നൽകിയ നല്ല വസ്ത്രം ധരിക്കുകയും നല്ല ആഹാരം അനുഭവിക്കുകയും ചെയ്യുന്നതിലാണ് അവന്റെ പ്രീതി. യഥാർത്ഥത്തിൽ അല്ലാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് ശരീഅത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റം. ഈ ലംഘനം ഹലാലിനെ ഹറാമാക്കിക്കൊണ്ടാകട്ടെ, ഹറാമിനെ ഹലാലാക്കിക്കൊണ്ടാവട്ടെ.